വിരോധാഭാസമാണ്. ഒരു നാട്ടിലെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അവിടത്തേക്ക് ഒന്ന് രക്ഷാദൗത്യത്തിന് പോകാൻ ഒരു ഡ്രൈവർ പോലും ഇല്ല എന്ന് പറഞ്ഞ് കൈമലർത്തുമ്പോ ആ കൈമലർത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അവസാനമാണോ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളടുത്ത് പലരും വന്ന് പോലീസുകാർ നിങ്ങളൊന്ന് മാർച്ച് മാറ്റി വെക്കണം ഞങ്ങളോട് തന്നു. ഞങ്ങൾ അവരോട് ചോദിച്ചത് എന്ത് ന്യായമാണ് മാർച്ച് മാറ്റി വെക്കാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേണ്ടി ജനപക്ഷത്ത് നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ കൃത്യമായ അനാസ്ഥയുണ്ട്. ഡ്രൈവറെ മുഴുവൻ സമയവും 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട വിഭാഗമാണ് ഇവിടുത്തെ കോസ്റ്റൽ സ്റ്റേഷൻ. ഇവിടെ വന്ന് കൈമലർത്തേണ്ട ഉത്തരവാദിത്തമല്ല നിങ്ങളുടേത്. ഞങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സോപ്പും ചീർപ്പും മറ്റെല്ലാ സംഗതിയും വാങ്ങുമ്പോൾ അതിൽ നിന്നൊക്കെ ടാക്സ് തിരിച്ചെടുക്കും നിങ്ങളൊക്കെ തീറ്റിപ്പോറ്റാനാണ്. അതല്ലാണ്ട് വെറുതെ ഇവിടെ വന്ന് കാക്കി ട്രൗസർ വിട്ട് 8 മണിക്കൂർ തേച്ച് വീട്ടിൽ പോകാനല്ല. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കണ്ണിൽ എണ്ണയിച്ച് കാത്തിരുന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അതല്ലാതെ ഇവിടെ ഇരുന്നോണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങളെ സമീപിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരിക്കലും ലക്ഷ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേസോ ജയിലോ തൂക്കുകയറോ എന്ത് വിളിച്ചോ, പക്ഷേ മത്സ്യത്തൊഴിലാളികളോട് കാട്ടുന്ന അനാസ്ഥക്കെതിരെ ഞങ്ങൾ മാർച്ചും ചെയ്യും. ഇതിനപ്പുറമുള്ള പ്രതിഷേധവും നടത്തുമെന്ന് പറഞ്ഞു ഞങ്ങൾ മാർച്ച് ചെയ്യും. കേസെടുത്തോ ഒരു പ്രശ്നമില്ല. ഇതിനപ്പുറമുള്ള കേസ് നടത്തിയിട്ടും ഈ പ്രസ്ഥാനത്തിന് നേരെ പല പ്രതിസന്ധികൾ സൃഷ്ടിച്ചും പാർട്ടി ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഈ സമൂഹത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് കേസെടുക്കുമെന്നൊന്നും പറഞ്ഞു പേടിപ്പിക്കണ്ട. വളരെ കൃത്യമായി ഈ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വളരെ കൃത്യമായി നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. ഇവിടെ എന്തൊക്കെയാണോ സാമഗ്രികളില്ലാത്തത്, ഇവിടെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാണ് ബോട്ട് ജെട്ടി? ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കൊന്നും അവരുടെ ഫൈബർ വെള്ളം ഒന്ന് കരപ്പടിപ്പിക്കാൻ പോലും സാധിക്കാത്ത വിധം ആ ബോട്ട് ജെട്ടിക്ക് മറയുണ്ടാക്കി കെട്ടുവാനാണോ മത്സ്യത്തൊഴിലാളികൾക്ക് തടസ്സമുണ്ടാക്കാനാണോ ഈ ബോട്ട് ജെട്ടി ഉണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്? എന്തിനാണ് ഇവിടെ ബോട്ട്? എന്തിനാണ് ഇവർക്ക് ബോട്ടുണ്ട്, ഇവർക്ക് കോസ്റ്റൽ സ്റ്റേഷനിൽ ബോട്ടുണ്ട്. ഈ ബോട്ട് ജെട്ടിക്ക് എല്ലാ മറയും ഉണ്ടാക്കി മത്സ്യത്തൊഴിലാളികൾ